ഇതാ ഈ വരുന്നതാണ് ഡോക്ടർ അമ്മിണി. MBBS ഡോക്ടർ അല്ല കേട്ടോ. 10ാം ക്ലാസ് തോറ്റാണെങ്കിലും അമ്മിണിക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ പറ്റി ഭയങ്കര അറിവാണ്. നാട്ടുകാരെ അത് പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്. പ്രശ്നമാണല്ലോ. എന്നെ പറ്റി വലിയ പ്രശ്നം വല്ലതും ആണോ? കുഴപ്പമൊന്നുമില്ല, ചെറിയ ഹോട്ടലേ ഉള്ളൂ. ആ 2 ഓട് മാറ്റിയിട്ടാ മതി. ഷുഗർ അങ്ങ് മാറുന്നില്ല, ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം. എൻ്റെ അച്ചായ അലോപ്പതി ഒന്നും പോവല്ലേ, ആയുർവേദം അതാ നല്ലത് നമുക്കൊക്കെ. ആയുർവേദമൊക്കെ കഴിച്ചാൽ ഒത്തിരി സമയം എടുക്കുമല്ലേ, നമുക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. ഈ പെട്ടെന്ന് മാറുന്ന എന്തിനാന്നേ? നമ്മള് അസുഖം മാറിയിട്ട് എങ്ങനെ ബീഗാലാൻഡ് വല്ല ടൂറ് പോവാണോ? ആയുർവേദം അത് മതി നമുക്ക്. ജയേ, ആ അമ്മണി ചേച്ചിയോ? ഞാനേ താഴെ നോക്കി വിളിച്ചിട്ടൊന്നും കണ്ടില്ല. ഞാൻ കുറച്ച് പണിത്തിരക്കിലായിരുന്നേ, രാവിലെ തൊട്ടുള്ള പണിയാ. എന്നാ പറ്റി ഇന്ന് ഇത്ര തിരക്ക്? എനിക്ക് അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം, അമ്മ മേലാതെ ഇരിക്കുമല്ലേ. ഇന്നലെ ഇച്ചിരി കൂടുതലായിരുന്നെന്ന് പറഞ്ഞു. നീ ഏതാശുപത്രി കൊണ്ടുപോകാനാ? ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധുക്കളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കൂടുതലായിട്ട് കിടക്കുമല്ലേ. അതെന്നാ ജയ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ അമ്മയല്ലേ, ചികിത്സ കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റത്തിലെ അമ്മച്ചി ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് കിടന്ന് പിള്ളേരെല്ലാം ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറന്ന് വന്ന് അച്ഛൻ വന്ന് അന്ത്യകൂദാശ വരെ കൊടുത്തു. ആ ജോളി ഡോക്ടർ ഒരു മരുന്നങ്ങ് കൊടുത്ത് പിറ്റേ ആഴ്ച മറ്റത്തിലെ അമ്മച്ചി ആ കുരുമുളക് പറിക്കാനായിട്ട് ആ ഏണിപ്പൊക്കത്ത് നിൽക്കുന്ന ഞാൻ കണ്ടത്. ജോളി ഡോക്ടർ ഏത് മരുന്നാ കൊടുത്തേ? അതൊന്നും എനിക്കറിയത്തില്ല. ഈ അമ്മയ്ക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞേ? 99. ഇതൊക്കെ കേറിപ്പോയിരുന്നേ. അപ്പൊ ജോളി ഡോക്ടറെ കണ്ടാൽ മതിയല്ലേ. ജോളി ഡോക്ടർ കിടപ്പാ. അച്ഛൻ പള്ളിയിൽ നിന്നൊക്കെ വന്ന് അന്ത്യകൂദാശ കൊടുത്തു. ഇനി വലിയ പ്രതീക്ഷയില്ലെന്നാ പറഞ്ഞേ. കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. ഡോക്ടറെ കണ്ടു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ആ വേദനയ്ക്കൊരു മാറ്റവും ഇല്ല. എൻ്റെ ജെയ്സു, ഈ ഫിസിയോതെറാപ്പിയും ആയുർവേദം ഒഴിച്ചിലും ഒന്നും ഇതൊരു പരിഹാരമല്ല. പിന്നെ എന്നാ ഉള്ളേ? ഹോമിയോ ഇതിനാകെ ഉള്ളൊരു പരിഹാരം. ഹോമിയോ ഒക്കെ പിള്ളേർക്കുള്ളതല്ലേ? ഇതൊക്കെയാ നിങ്ങളെപ്പോലുള്ളവരുടെ തെറ്റിദ്ധാരണ. ഹോമിയോ പിള്ളേർക്ക് മാത്രമുള്ളതല്ല, പിള്ളേരുടെ മനസ്സുള്ളവർക്കും കഴിക്കാം. ജെയ്സു സ്വീറ്റ് അല്ലേ, കഴിക്കാം. ഇതുപോലെ വെയിലടിച്ചുണ്ടാകുന്ന മുഖത്തെ കരിവാളിപ്പും മുഖത്തുണ്ടാകുന്ന കുരുക്കൾ മാറുവാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൻ റൊട്ടീനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുമ്പും എൻ്റെ ചാനൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് കാണിക്കാം. ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക് എക്സ്ട്രാക്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിലമൈഡും ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിലെ സ്വരസ ടർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കുകയും നാച്ചുറലി ബെസ്റ്റ് ആണ്, അത് സയന്റിഫിക്കലി പ്രൂവ്ഡും ആണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും. നമ്മുടെ ഫേസിൽ ഒരു 2-3 ഡ്രോപ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇത് നമ്മളിനി പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇത് നമുക്ക് ദിവസം 2 നേരം വരെ യൂസ് ചെയ്യാം. ഇതിൽ 100 മടങ്ങ് ടെർമറിക് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലെ ഡൾനെസ് മാറുകയും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷമുള്ള പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുകയും നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലോയിങ് വരാനും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയാസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫറും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്. പെങ്കൊച്ചിന് എന്നാ പറ്റി? ഒന്നും പറയണ്ട എൻ്റെ അമ്മണിയമ്മ, മൈഗ്രെയിൻ്റെ പ്രശ്നം തോന്നുന്നു, കപ്ലി ക്ഷീണം. ആണല്ലേ. കാണിക്കാത്ത ഡോക്ടറുമേ ഇല്ല. ആയുർവേദം, അലോപ്പതി, ഹോമിയോയും വേണ്ടതെല്ലാം കാണിച്ചു, എന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇത്ര ഉള്ള കാര്യം, അതിപ്പോൾ ശരിയാക്കി തരാം. കൊച്ചേ, അകത്ത് പോയി വിശ്രമിക്കൂ കൊച്ചേ. ഇവിടെ ഇരുന്നാൽ പിന്നെയും തലവേദന കൂടും. ചെല്ലേ. കാര്യം എനിക്ക് പിടി കിട്ടി. ഇതിന് മരുന്നും മന്ത്രമൊന്നും വേണ്ട. പിന്നെ ഇതിന് മറ്റേത് മതി, കൗൺസിലിംഗ്.
കൊച്ചേതോ കുടുക്കിപ്പോയി വീണിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ കൊച്ചു നമ്മുടെ കയ്യിലിരിക്കും. എനിക്കറിയാവുന്ന നല്ലൊരു കൗൺസിലറുണ്ട് അതിരമ്പുഴ പഞ്ചായത്തിൽ. ഞാൻ പറഞ്ഞാൽ ഇങ്ങ് വരും. കുടുംബ വഴക്ക്, അതിർത്തി തർക്കം, ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നം, അവിഹിത ബന്ധം, അങ്ങനെ എത്ര കേസ് അയാൾ ശരിയാക്കിയിട്ടുള്ളത്. ഇതും ശരിയാക്കാം. അമ്മ, മരുന്ന് കഴിക്കാം. അമ്മണിയമ്മേ, അമ്മണിയമ്മയ്ക്ക് ഇതെന്നാ പറ്റിയതാ? ഒന്നും പറയണ്ട. മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര നാവാ. എന്നാൽ സ്വന്തം കാര്യം നോക്കത്തില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ എല്ലാം അമ്മയ്ക്കും ഉണ്ട്. ആശുപത്രി കാണിച്ചില്ലേ? പകുതിയും എന്താ പറയാ, പേടിച്ചിട്ട് വരുന്നതാ. മരുന്നാണെങ്കിൽ ഇട്ട് കഴിക്കത്തുമില്ല. കൗൺസിലർമാരെ ആരെങ്കിലും കാണിക്കാൻ മേലായിരുന്നു? ഓ, അതിനൊന്നും അമ്മ വരത്തില്ലെന്നേ. മരുന്ന് കഴിച്ചാലല്ലേ കുറയത്തുള്ളൂ. അലോപ്പതി കൊടുത്താൽ പറയും തൊണ്ടയ്ക്കകത്ത് ഗുളിക പെട്ട് ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകുന്നു. എന്നാൽ ആയുർവേദം നോക്കാന്ന് പറഞ്ഞാൽ കഷായം കയ്പാണ്, കഷായത്തിൽ വിഷവാ എന്നൊക്കെയാ പറയുന്നത്. ഇനി ഹോമിയോ കൊടുക്കാന്ന് വെച്ചാലോ, അതെല്ലാം പഞ്ചസാര മിഠായിയാ, അത് കഴിച്ചാൽ ഷുഗർ വരുമെന്നും പറഞ്ഞ് അതും കഴിക്കത്തില്ല. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി അമ്മയുടെ താളത്തിന് ഞാൻ തുള്ളാൻ നിൽക്കുന്നില്ല. ഞാനേ അമ്മയ്ക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ പോവാം. അയ്യോ, എനിക്ക് സൂചി പേടിയാ. എന്നെ കുത്തല്ലേ, ഒന്ന് പറ മോളെ, എന്നെ കുത്തണ്ടെന്ന് പറ. കുത്തണ്ട ചേച്ചി, കുത്തണ്ട. എനിക്ക് സൂചി പേടിയാ. പിന്നെ ഇത് എങ്ങനെ ഈ മരുന്നകത്ത് ചെല്ലുന്നേ? കയ്യിലോട്ടെങ്കിൽ തന്നോ, ഞാൻ ഇച്ചി കുടിച്ചോളാം. Subscribe my channel. ചാനൽ